എന്തുകൊണ്ട് ഞാൻ എനിക്കൊരു നിരീശ്വരവാദിയാകുവാൻ കഴിയില്ല? വൈ ഐ ആം നോട്ട് ആൻ എത്തിസ്റ്റ്? ഇതൊരു ഡിബേറ്റോ ചർച്ചയ്ക്കോ ഒന്നുമുള്ള വീഡിയോ അല്ല. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില ആശയങ്ങൾ, ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ സംസാരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ റീസൺ, വൈ ഐ എം നോട്ട് ആൻ എത്തിസ്റ്റ്, ഒന്നാമത്തെ റീസൺ പർപ്പസാണ്, ജീവിതത്തിലെ ഉദ്ദേശം. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിനൊരു ഒരു ഒരു പർപ്പസ്, ഒരു ഉദ്ദേശമുണ്ടെന്ന്, ഒരു ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യം വരുന്നത് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുമാണ്. അതിനുള്ളൊരു ഫൗണ്ടേഷൻ എൻ്റെ ഉള്ളിൽ നൽകുന്നത് ദൈവമാണ്. എൻ്റെ ജീവിതം ഞാൻ ആക്സിഡൻ്റ് അല്ല, എൻ്റെ ജീവിതം ഒരു യാദർച്ഛികതയല്ല, മറിച്ച് ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന്, ഒരു പർപ്പസ് ഉണ്ടെന്ന്. എ പർപ്പസ് ഡ്രിവൺ ലൈഫ്, എ പർപ്പസ് ഓറിയൻറ്റഡ് ലൈഫ്. അതാണ് ഒന്നാമത്തെ ഒരു ചിന്ത. രണ്ടാമത് മീനിങ് ആണ്, ജീവിതത്തിനൊരു അർത്ഥം. ഞാൻ പറഞ്ഞു, സുദീർഘമായ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിനൊരു ഒരു മീനിങ് ഉണ്ടെന്ന് മനസ്സിലാകുന്നതും ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തിൽ നിന്നുമാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ, എൻ്റെ ജീവിതത്തിൻ്റെ മീനിങ്ങിൻ്റെ, അർത്ഥത്തിൻ്റെ, നിരർത്ഥകമല്ല എൻ്റെ ജീവിതം. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് ബോധ്യമാകുന്നത്, ഉറപ്പ് നൽകുന്നത് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമാണ് ആ വിശ്വാസം. മൂന്നാമത് എത്തിക്സാണ്, ഒരു ധാർമ്മികത. അതിൻ്റെയും അടിസ്ഥാനം, ഞാൻ മറ്റു മൃഗങ്ങളെപ്പോലെയല്ല, യാദൃച്ഛ്യമായി ഭൂമിയിൽ വന്നതല്ല, പരിണാമത്തിലൂടെയൊന്നും ഉണ്ടായതല്ല മനുഷ്യൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവകേന്ദ്രീകൃതമായ ഒരു ധാർമ്മികത, ക്രിസ്തീയ ധാർമ്മികത. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ക്രിസ്തീയ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം? കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ട് മനസ്സലിവും കരുണയും സൃഷ്ടികളോട് നമ്മൾ കാണിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഞാൻ സേവിക്കുന്ന ദൈവം കരുണയും മനസ്സലിവും ഉള്ള ദൈവമാണ്. ദൈവം എന്നോട് കരുണ കാട്ടി, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ദൈവം ക്ഷമിച്ചു, അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ദൈവം എന്നോട് ക്ഷമിച്ചു, അതുകൊണ്ട് മറ്റുള്ളവരോട് ഞാനും ക്ഷമിക്കണം. അപ്പോൾ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനം, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിലാണ്. ധാർമ്മികതയുടെ അടിസ്ഥാനം, എൻ്റെ ധാർമ്മികതയുടെ ഒരു എത്തിക്കൽ ഫൗണ്ടേഷൻ നൽകുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. നാലാമത് പ്രത്യാശയാണ്, ഹോപ്പാണ്. ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല. ചെറുപ്രായത്തിലുള്ള മരണം ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ വേദനിക്കും. എന്നാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു അവസാനമല്ല, അതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ആ ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്ക് ആശ്വസിപ്പാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ആശ്വസിപ്പാൻ കഴിയില്ല. ഈ ഭൂമിയിലെ നമ്മുടെ ചെറു ജീവിതം മാത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്കൊരു പ്രത്യാശയില്ല. എന്നാൽ പ്രത്യാശയുടെ അടിസ്ഥാനം, ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം, അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജീവനുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ അടിസ്ഥാനം എന്നെ സംബന്ധിച്ച് യേശുക്രിസ്തുവും അവിടുത്തെ വചനങ്ങളുമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഒരു പ്രത്യാശ, ഒരു ഹോപ്പ്, ഒരു ജീവനുള്ള പ്രത്യാശ, അതിൻ്റെ അടിസ്ഥാനം എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ സാധ്യമല്ല. ഞാൻ പറഞ്ഞത് ഒരു ഡിബേറ്റോ ഒന്നുമല്ല. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചതാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലെങ്കിൽ, ഒരു ലക്ഷ്യമില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ,
ഞാൻ എങ്ങനെയും ജീവിക്കും, ആര് ചോദിക്കാൻ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളൊരു ചിന്ത ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ, എന്നെ കേൾക്കുന്ന നിങ്ങളെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ മരണത്തോടെ, അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ജീവിതം എൻ്റെ മരണത്തോടെ തീർന്നു, എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഒരു പ്രത്യാശയുമില്ല എന്ന് ചിന്തിക്കുന്നയാളാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കൂ. ജീവിതം മാറ്റുവാൻ, നമ്മുടെ തകർച്ചയിൽ പണിയുവാൻ ദൈവത്തിന് കഴിയും. ഇതെൻ്റെ അനുഭവമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.